വെൽക്കം. തഹ്മനാണ്. എൻഡോക്രൈൻ ഫാർമക്കോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ആന്റി ഈസ്ട്രജൻസ് വിഭാഗം മരുന്നുകളിലെ അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ടാണ്. ആൻഡ് ഏറ്റവും ഫേമസ് മരുന്ന് ഈ ഗ്രൂപ്പിലെ ലെട്രോസോൾ എന്ന് പറയുന്ന മരുന്നാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ഫേമസ്. സോ നമ്മൾ ഇതുവരെ അപ്പോൾ SERMs നമ്മൾ പറഞ്ഞു. SERMസിലെ ടാമോക്സിഫീൻ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ച് പറഞ്ഞു. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിലാണ്, പ്രീമെനപ്പോസൽ ബ്രസ്റ്റ് ക്യാൻസറിലാണ് ഉപയോഗിക്കുന്നത്. ദെൻ പിന്നെ ഒരെണ്ണം കണ്ടത് റാലോക്സിഫീൻ എന്ന് പറയുന്ന മരുന്ന് കണ്ടു. അത് നമ്മൾ ഉപയോഗിക്കുക പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപോറോസിസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ക്ലോമിഫീൻ ആണ്. ക്ലോമിഫീൻ സിട്രേറ്റ് എന്ന് പറയുന്ന മരുന്ന് ആന്റി ഈസ്ട്രജൻ ആണ്. PCOS ഓർ PCOD ഒക്കെ മൂലമുള്ള അനോവുലേറ്ററി, അതിനകത്ത് അനോവുലേറ്ററി ഇൻഫെർട്ടിലിറ്റിയിൽ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓവുലേഷൻ ഇൻഡ്യൂസർ ആയിട്ടാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് മരുന്നുകൾ അരോമാറ്റൈസ് ഇൻഹിബിറ്റർ മരുന്ന് ആദ്യത്തെ ഈ ടെമോക്സിഫിൻ പോലെ ബ്രസ്റ്റ് ക്യാൻസറിലും നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഈ അവസാനം പറഞ്ഞ ക്ലോമിഫിൻ പോലെയുള്ള അനോവുലേറ്ററി ഫെയിലിയർ അതിനകത്തും നമുക്ക് ഉപയോഗിക്കാം. സോ രണ്ട് തരം ഉപയോഗങ്ങളാണ് പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. ആൻഡ് ഇത് കേൾക്കുമ്പോൾ ആന്റി ക്യാൻസർ മരുന്നാണെന്ന് പറയുമ്പോഴും സാധാരണ ഇതൊരു ഹോർമോണൽ മരുന്നാണ്. സോ ദിസ് ഈസ് എൻ ഹോർമോണൽ ഡ്രഗ് ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ പറയുന്ന ആന്റി ക്യാൻസർ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തരം ദോഷഫലങ്ങളോ സൈഡ് എഫക്ട്സോ ഒന്നും ഈ മരുന്നുകൾക്കില്ല. അപ്പൊ നമ്മൾ പറയുന്നത് അരോമാറ്റൈസ് ഇൻഹിബിറ്റർ എന്നാണ്. സോ എന്താണ് ഈ അരോമാറ്റൈസ്? അരോമാറ്റൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്, അരോമാറ്റൈസ് എൻസൈം. സോ നമ്മൾ ഫിസിയോളജി, ഈസ്ട്രോജന്റെ ഫിസിയോളജി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈസ്ട്രോജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സോ അതുണ്ടാകുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. കൊളസ്ട്രോളിൽ നിന്ന് പല വിവിധ സ്റ്റെപ്പുകൾ വഴി ആദ്യം അത് പ്രൊജസ്റ്ററോൺ ആയിട്ട് മാറും. ദെൻ ഈ പ്രൊജസ്റ്ററോൺ പല സ്റ്റെപ്പുകൾ വഴി അത് ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്ററോൺ എന്നൊക്കെ പറയുന്ന ആൻഡ്രോജൻ ആയിട്ട് മാറും. ആൻഡ് ഈ ആൻഡ്രോജനെ ഈസ്ട്രോജൻ ആക്കി മാറ്റണമെങ്കിൽ ആൻഡ്രോജന്റെ ഒരു റിംഗ് ഉണ്ട്, എ റിംഗ്, അതിനെ അരോമാറ്റിക് റിംഗ് ആക്കി മാറ്റണം. അപ്പോഴാണ് ഈസ്ട്രോജൻ ആവുക. സോ അതിനാണ് നമുക്ക് അരോമാറ്റൈസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമുള്ളത്. അപ്പോഴാണ് ഫൈനലായിട്ട് ഈസ്ട്രോജൻ ഉണ്ടാവുക. സോ ഈസ്ട്രോജൻ ടെസ്റ്റോസ്റ്ററോണിൽ നിന്നുണ്ടാകാം, ആൻഡ്രോസ്റ്റിൻ ഡയോൺ എവിടെ നിന്നുണ്ടായാലും ഇതിനെ ഫൈനലായിട്ട് അരോമാറ്റൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഈസ്ട്രോജൻസ് ആവുക. സോ അത് ഓവറിൽ വെച്ചാലും ബ്രസ്റ്റിൽ വെച്ചാലും അഡ്രിനൽ കോർട്ടെക്സിൽ വെച്ചാലും ഈസ്ട്രോജൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ അരോമാറ്റൈസ് എൻസൈം വഴിയേ നടക്കും. സോ ഇത് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഈസ്ട്രോജൻ സിന്തസിസ് ആണ്. സോ ഈ എൻസൈം അരോമാറ്റൈസിനെ തടയുന്ന മരുന്നുകളെയാണ് നമ്മൾ അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയാം. സോ ഇറ്റ് ഇൻഹിബിറ്റ് ദ ഫോർമേഷൻ ഓഫ് ഈസ്ട്രോജൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ മരുന്നുകൾ കഴിച്ചാൽ ശരീരത്തിൽ ഈസ്ട്രോജൻ ഉണ്ടാകുന്നില്ല, ഈസ്ട്രോജൻ ഉണ്ടാകുന്നത് തടയുന്നു, ആൻഡ്രോജൻ ഈസ്ട്രോജൻ ആവുന്നത്. സോ നമ്മൾ ആദ്യം ഈ ഗ്രൂപ്പ് മരുന്ന് കണ്ടെത്തിയത്, ആ മരുന്നിന്റെ പേര് അമിനോ ഗ്ലൂട്ടത്തിമൈഡ് എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്, അമിനോ ഗ്ലൂട്ടത്തിമൈഡ്. ആൻഡ് ഇതൊരു ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ്. ഇറിവേഴ്സിബിൾ ഇൻഹിബിറ്റർ എന്ന് വെച്ചാൽ ഇതിനെ തടഞ്ഞാൽ പിന്നെ പിടിവിടില്ല, തീർന്നു. പിന്നീട് നമ്മൾ രണ്ട് ഗ്രൂപ്പ് മരുന്നുകൾ കണ്ടു. അതിൽ ഒരെണ്ണം ദീസ് ആർ നോൺ സ്റ്റിറോയിഡലാണ്. നോൺ സ്റ്റിറോയിഡൽ എന്ന് വെച്ചാൽ ഈസ്ട്രോജനെ പോലെ സ്റ്റിറോയിഡൽ റിംഗ് ഒന്നും ഇതിനില്ല. നോൺ സ്റ്റിറോയിഡൽ അരോമാറ്റൈസ് ഇൻഹിബിറ്റർ. ആൻഡ് ഇതിൽ 3 മരുന്നുകളുണ്ട്. പ്രധാനപ്പെട്ട 2 മരുന്നാണ്. ഒന്ന് അനാസ്ട്രോസോൾ ആണ്, അനാസ്ട്രോസോൾ ഉണ്ട്. രണ്ടാമത്തതാണ് ലെട്രോസോൾ എന്ന് പറയുന്ന മരുന്ന്. ഇനി ഒരെണ്ണം വരാനുള്ളത് വൊറോസോൾ ആണ്, പുറത്തിറങ്ങിയിട്ടില്ല. സോ ഇത് 3 നോൺ സ്റ്റിറോയിഡൽ അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഇത് ഗുളികയായിട്ടാണ് കിട്ടുക. സോ ഓറലി ഗുളികയായിട്ട് കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. ആൻഡ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിറോയിഡൽ റിംഗ് ഉള്ളതായിരിക്കും. സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സും അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് മരുന്നുകൾ? ഒന്ന് ഫോർമെസ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. 2 എക്സിമെസ്റ്റെയിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഫോർമെസ്റ്റെയിൻ ആൻഡ് എക്സിമെസ്റ്റെയിൻ ആർ സ്റ്റിറോയിഡൽ അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ് വൈൽ അനാസ്ട്രോസോൾ ആൻഡ് ലെട്രോസോൾ ആർ നോൺ സ്റ്റിറോയിഡൽ അരോമാറ്റൈസ് ഇൻഹിബിറ്റേഴ്സ്. ആൻഡ് ഇതും ഗുളിക രൂപത്തിലാണ് ലഭിക്കുക. നമുക്ക് ആദ്യം നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള അരോമാറ്റൈസ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള ലെട്രോസോൾ, ഇതാണല്ലോ ഫേമസ് മരുന്ന്. ലെട്രോസോളിനെ പറ്റി നമുക്ക് പറയാം. സോ ലെട്രോസോൾ എവിടെയാണ് ഉപയോഗിക്കുക? ലെട്രോസോളിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം, FDA അപ്രൂവ്ഡ് ഉപയോഗം എന്ന് പറയുന്നത് ദാറ്റ്സ് ഇൻ ബ്രസ്റ്റ് ക്യാൻസറിലാണ്. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസറിലെ പോസ്റ്റ് മെനോപോസൽ സ്ത്രീകളിലാണ്, അല്ലെങ്കിൽ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് ക്യാൻസറിലാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലാത്തുള്ള ബ്രസ്റ്റ് ക്യാൻസറിലല്ല. സോ എവിടേക്ക് ഉപയോഗിക്കാം? ഇൻ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിൽ ഉപയോഗിക്കാം, ഫസ്റ്റ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാം, അഡ്ജന്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്തായിരിക്കണം? ഇൻ HR പോസിറ്റീവ് ഓർ ER പോസിറ്റീവ് ആയിരിക്കാം. ഈസ്ട്രോജൻ പോസിറ്റീവ് ആയിട്ടുള്ള കേസിലാണ് അല്ല, ബിക്കോസ് ദീസ് ആർ ഈസ്ട്രോജനെ തടയുന്ന മരുന്നുകളാണ്. ഈസ്ട്രോജൻ മൂലമല്ലാത്ത ക്യാൻസറിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഈസ്ട്രോജൻ ഓർ HR പോസിറ്റീവ് ആയിട്ടുള്ള കേസുകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഓൾസോ ഇൻ അഡ്വാൻസ് കേസസിലും നമ്മൾ ഇത് ഉപയോഗിക്കും. അഡ്വാൻസ് കേസസിലും നമ്മൾ സെക്കൻഡ് ലൈൻ ആയിട്ട് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇൻ ടാമോക്സിഫൻ കഴിച്ചിട്ട് ഉപയോഗിച്ചിട്ടും ഫലമില്ലാത്ത കേസിൽ നമ്മളപ്പോൾ ലെട്രോസോൾ ആയിരിക്കും കൊടുക്കുക. സോ ഒരു കാര്യം കൂടി ഓർക്കുക, HER നെഗറ്റീവ് കേസുകളിലാണ്, HER2 നെഗറ്റീവ് കേസുകളിലാണ് നമ്മൾ ഇത് കൊടുക്കുക. HER എന്താന്നൊക്കെ നമ്മൾ വേറെ പല സ്ഥലത്തും പറഞ്ഞു. സോ രണ്ടിലും ഡോസ് നമ്മൾ പറഞ്ഞത് 2.5 mg
മില്ലിഗ്രാം ദിവസം ഒരു നേരം ആണ് നമ്മൾ കൊടുക്കുക. സോ രണ്ടിലും ലോക്കലി അഡ്വാൻസ്ഡ് ഓർ മെറ്റാസ്റ്റാറ്റിക് അങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് നമുക്ക് മരുന്ന് ഉപയോഗിക്കാം. ആൻഡ് ഇനി കൈനറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കിഡ്നി രോഗികളിൽ ഈ മരുന്നിന്റെ അളവ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ മരുന്ന് സെയിം ഡോസിൽ തന്നെ നമുക്ക് കൊടുക്കാം. കാരണം ഇത് എലിമിനേറ്റ് ചെയ്യുന്നത് മെറ്റബോളൈസ് ചെയ്യുന്നത് ലിവറിലാണ്. ലിവറിൽ വെച്ച് എലിമിനേറ്റ് ചെയ്തിട്ട് ബൈലിലൂടെയാണ് ഇത് പോകും. മരുന്നിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് അറൌണ്ട് 40 hours 40 മണിക്കൂറോളം ഹാഫ് ലൈഫ് ഉണ്ട്. സോ ലോങ് ഹാഫ് ലൈഫ് ഉണ്ട്. മാത്രമല്ല ഡ്രഗിന് നല്ല ബയോ അവൈലബിലിറ്റി ആണ്. 100%. 2.5 മില്ലിഗ്രാം കൊടുത്താൽ ഏകദേശം അത്രയും തന്നെ ബ്ലഡിനകത്തേക്ക് എത്തുകയും ചെയ്യും. പിന്നെ കരൾ രോഗികൾ, ഇത് മെറ്റബോളൈസ് ചെയ്യുന്ന കരളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ കരൾ രോഗികളിൽ നമ്മൾ സിവിയർ കരൾ ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അളവ് കുറയ്ക്കേണ്ടി വരും. 50% ഒക്കെ അളവ് കുറയ്ക്കേണ്ടി വരും എന്നുള്ളത്. ആൻഡ് 75% ഇത് ഗ്ലൂക്കറോണൈഡ് കോൺജുഗേഷൻ ആയിട്ടാണ് പോവുക. ബൈലിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് അപ്പോൾ ഈ മരുന്ന് ഒറ്റയ്ക്കാണോ കൊടുക്കുക അഡ്വാൻസ് കേസസ് എന്ന് വെച്ചല്ല. നമ്മൾ ക്യാൻസറിൽ എപ്പോഴും റെജിമൻ ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ കൊടുക്കുക എന്ന് മരുന്ന് CDK ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നാണ്. ഏതൊക്കെയാണ്? പാൽബോസിക്ലിബ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ റിബോ ഉണ്ട്, റിബോസിക്ലിബ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളുടെ ഒപ്പമായിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി ലെട്രസോളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ആസ് ആൻ ഓവുലേഷൻ ഇൻഡ്യൂസർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ക്ലോമിഫിൻ പോലെയുള്ള ക്ലോമിഫിൻ സിട്രേറ്റ് പോലെയുള്ള മരുന്നുകൾ ഫലിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ലെട്രസോൾ കൊടുക്കാറുണ്ട്. സോ ക്ലോമിഫിൻ അപേക്ഷിച്ച് ഫോളിക്കിൾസ് ഒരുപാട്, ഇപ്പൊ ഇത് സംഭവം ഓവറി ആണെങ്കിൽ ഒരുപാട് ഫോളിക്കിളിനെ ഒരേ സമയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഗുണമുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം? മൾട്ടിപ്പിൾ പ്രഗ്നൻസീസിന് ഉള്ള ചാൻസ് കുറവാണ് എന്നുള്ളത്. ദെൻ ഇൻ യൂട്രസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ്, എൻഡോമെട്രിയൽ ലെയർ, ഇതാണ് എൻഡോമെട്രിയൽ ലെയർ എന്ന് കരുതിയാൽ സെർവിക്സ് ഇത് വജേനാണ് വിചാരിക്കുക. സോ ഇവിടെ ആന്റി ഈസ്ട്രോജൻ ലൈക്ക് ആക്ഷൻസ് ഇല്ല. ക്ലോമിഫിൻ സിട്രേറ്റിന് ഇവിടേക്ക് ആന്റി ഈസ്ട്രോജൻ ലൈക്ക് ആക്ഷൻ ഉണ്ട്. ഇത് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആന്റി ഈസ്ട്രോജൻ ആക്ഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണവും ഇതുണ്ട്. അപ്പോൾ എൻഡോമെട്രിയൽ പ്രോലിഫറേഷനും ഇല്ല, എൻഡോമെട്രിയൽ തിന്നിങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പോൾ ഓവുലേഷൻ ഇൻഡ്യൂസർ ആയിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ WHO ക്ലാസ് 2. എന്താണ് WHO ക്ലാസ് 2 എന്നുള്ളത്? നോർമൽ ആയിട്ടുള്ള ഈസ്ട്രോജൻ ഉള്ളത്, നോർമൽ ആയിട്ടുള്ള ഗൊണാഡോട്രോപ്പിനുള്ള കേസുകളൊക്കെയാണ്. അവിടെയുള്ള അനോവുലേറ്ററി ഫെയിലിയർ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലോമിഫിനിൽ പറഞ്ഞു. സോ PCOS ഒക്കെ ഉള്ള രോഗികളിലാണ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ അനോവുലേഷൻ ഇല്ലാതെയാക്കും, അല്ലെങ്കിൽ ഓവുലേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ സെക്രീഷൻ ഇല്ലാതെയാകുന്നു, അല്ലെങ്കിൽ ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ ഇല്ലാതെയാകുന്നു. ഈസ്ട്രോജൻ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ ഈസ്ട്രോജന്റെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം അല്ലെ, ആ സംഭവം എവിടെയില്ല. ഹൈപ്പോതലാമസിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇല്ല. അപ്പോൾ ശരീരം വിചാരിക്കും ഈസ്ട്രോജൻ ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് GnRH കൂടുതലായിട്ട് വരും. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടുതലായിട്ട് FSH ആൻഡ് LH, FSHും LHും കൂടുതലായിട്ട് റിലീസ് ചെയ്യും. അത് ഓവേറിയൻ ഫോളിക്കിൾസിൽ ആക്ട് ചെയ്തിട്ട് ഓവേറിയൻ ഫോളിക്കിൾസിനെ മെച്ചർ ചെയ്യാനും LH വഴി റപ്ചർ ചെയ്യാനും സഹായിക്കുന്നു. സോ ഇതാണ് ഇതിന്റെ ഓവുലേഷൻ ഇൻഡ്യൂസിങ് മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയും. ആൻഡ് ഇത് എവിടേക്കാണ് കൂടുതൽ ഗുണം വെച്ചാൽ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ ചിലപ്പോൾ ക്ലോമിഫിനേക്കാൾ കൂടുതൽ ഫലം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇൻ ഒബീസ്. ഇനി മരുന്ന് ഈ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ കാര്യമായിട്ടുള്ള ആക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് യൂട്ടറൈൻ ക്യാൻസറിനുള്ള ചാൻസ് അതും കുറവാണ്. നോട്ട് പ്രീഡിസ്പോസ് ടു യൂട്ടറൈൻ ക്യാൻസർ. മാത്രമല്ല ലിപ്പിഡ് പ്രൊഫൈൽ അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആന്റി ഈസ്ട്രോജന്റെ ദോഷങ്ങളൊന്നുമില്ല. ദെൻ ത്രോംബോഎംബോളിക് ചാൻസസ് എന്നിവയൊക്കെ അതൊക്കെ കുറവായിരിക്കും, ബിക്കോസ് ഈസ്ട്രോജന്റെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങൾ ഈ മരുന്നിനുണ്ട്. സോ ഓവുലേഷൻ ഡിസറായിട്ട് എങ്ങനെയായിട്ട് ഉപയോഗിക്കാന്ന് വെച്ചാൽ 2.5 മില്ലിഗ്രാം പെർ ഡേ ആണ്. ദിവസം 5 ദിവസമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. മറ്റേതുപോലെ സെക്കൻഡ് ഡേക്കും 5th ഡേക്കും ഇടയിൽ എപ്പോഴെങ്കിലും തുടങ്ങുക. കഴിച്ചാൽ 5 ദിവസം വരെയാണ് ഉപയോഗിക്കുക. ഇനി മരുന്ന് കഴിച്ച് 10 to 12 ദിവസത്തിനകം LH സർജ് ഉണ്ടാകും. ദെൻ 36 മണിക്കൂറിനകം മിക്കവാറും ഓവുലേഷൻ നടക്കും. സോ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലോമിഫിൻ സിട്രേറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവങ്ങളെല്ലാം നടക്കുക. റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഓവുലേഷൻ ഇൻഡ്യൂസർ ആയിട്ട് ഒരു ഓഫ് ലേബിൾ യൂസ് ആണ്. FDA അപ്രൂവ്ഡ് യൂസ് എന്ന് വെച്ചാൽ ക്യാൻസറിനാണ്. പക്ഷേ ഇതാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോക്കൽ യൂസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിന്റെ അഡ്വേഴ്സ് എഫക്ട് ADR പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈസ്ട്രോജൻ ഒട്ടുമില്ലാതാവുകയാണ് അല്ലേ. ഈസ്ട്രോജൻ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈസ്ട്രോജൻ ഇല്ലാതെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ നൗസിയ ഉണ്ടാക്കാം, വൊമിറ്റിംഗ് ഉണ്ടാക്കാം, ദെൻ ഹോട്ട് ഫ്ലഷസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദെൻ വജൈനൽ ഡ്രൈനസ് ഉണ്ടാകും. ലോസ് ഓഫ് ലിബിഡോ, ലൈംഗിക താല്പര്യം കുറയും. ഡിസ്പാരാനോറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട്. ഈസ്ട്രോജൻ ഉള്ള ഗുണമൊന്നും ഇല്ലല്ലോ. ദെൻ ടേസ്റ്റ് ചേഞ്ചസ്. ദെൻ ഈസ്ട്രോജൻ ഇല്ലാവുന്ന മൂലമുള്ള സാധാരണ എല്ലാ പോസ്റ്റ് മെനോപോസൽ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും. ഇത് തുടർച്ചയായിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവുക. എങ്കിലും ലോങ് ടേം പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ അതിലേറ്റവും കൂടിയ പ്രശ്നം എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ്. ഈസ്ട്രോജൻ കുറയുന്നത് മൂലം എല്ലുകളുടെ ബലം കുറയും. ഓസ്റ്റിയോപീനിയ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ്. ഇനി ഈസ്ട്രോജൻ ഇല്ലാത്തത് മൂലം ലിപ്പിഡ് പ്രൊഫൈലിന് കിട്ടുന്ന ഒരു ഗുണം ഉണ്ടായിരുന്നു. ഈസ്ട്രോജൻ മൂലം കിട്ടുന്ന ആ
ഗുണങ്ങളെല്ലാം ഇല്ലാതെയാണ്, അതൊന്നും ലഭിക്കില്ല. അപ്പോൾ കാർഡിയോവാസ്കുലാർ ഗുണങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. സോ 5 ദിവസത്തേക്ക് അനോവുലേഷനും വേണ്ടി മാത്രം കഴിക്കുന്നവരിൽ ഇതൊന്നും വലിയ പ്രശ്നമാകണമെന്നില്ല. സോ അതൊക്കെ ക്യാൻസറിന് വേണ്ടി കഴിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് വല്ല ഒക്കാനും ഛർദിയൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ഇനി അടുത്ത മരുന്ന് അനാസ്ട്രോസോൾ ആണ്. അനാസ്ട്രോസോൾ എന്ന് പറയുന്ന മരുന്ന് ഇറ്റ്സ് മോർ പൊട്ടന്റ് ആണ്. ഇത് 1 മില്ലിഗ്രാം കഴിച്ചാൽ മറ്റേ 2.5 മില്ലിഗ്രാം ആണ്. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഇൻഡിക്കേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ആൻഡ് ഈ മരുന്നിന്റെ പീക്ക് എഫക്ട് ലഭിക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. സോ അനാസ്ട്രോസോളിന്റെ ഗുണം കിട്ടാൻ ഒരു ഇത്തിരി സമയം പിടിക്കും എന്നുള്ളതാണ്. ഒരു 7 to 10 ദിവസം എങ്കിലും പിടിക്കും. ക്യാൻസറിന് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത ഗ്രൂപ്പ് നമുക്ക് പറയേണ്ടത് സ്റ്റിറോയിഡൽ റിംഗ് ഉള്ള ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞു. 1 ഈസ് എക്സിമെസ്റ്റൈൻ എന്ന് പറയുന്ന മരുന്നാണ്. ആൻഡ് എക്സിമെസ്റ്റൈൻ മിക്കവാറും ഒരു 90% ഈസ്ട്രോജൻ ഉണ്ടാവുന്നതും തടയുന്ന മരുന്നാണ്. സാധാരണ എൻ്റെ ഡോസ് എന്ന് വെച്ചാൽ 25 മില്ലിഗ്രാം ആണ് ദിവസമാണ് ഉപയോഗിക്കുക. ഭക്ഷണ ശേഷമായിരിക്കും കഴിക്കുക. ആൻഡ് ഉപയോഗം ഓൾമോസ്റ്റ് സെയിം ആണ്. അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെയാണ് ഉപയോഗം. അഡ്ജുവൻ്റ് ആയിട്ട് ഉപയോഗിക്കും. സോ ഉപയോഗിക്കുന്നത് വീണ്ടും എഗെയിൻ ഇൻ പോസ്റ്റ് മെനോപോസൽ സ്ത്രീകളിലാണ്. എന്ത് പോസിറ്റീവ് ആയിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിലാണ് നമുക്ക് ഈസ്ട്രോജൻ ആന്റഗോണിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ടാമോക്സിഫൻ കഴിച്ചിട്ട് ഫലമില്ലെങ്കിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഇനി ബ്രസ്റ്റ് ക്യാൻസർ തടയാൻ നമുക്ക് ഉപയോഗിക്കുന്നത് ഹൈ റിസ്ക് വുമണിലാണ്. ഹൈ റിസ്ക് ഉള്ള സാധ്യതയുള്ള സ്ത്രീകളിൽ. അപ്പോൾ നമ്മൾ 25 മില്ലിഗ്രാം ദിവസവും കഴിക്കണം. 5 വർഷം 5 ഇയേഴ്സോളം നമ്മൾ കഴിക്കേണ്ടി വരും. ആൻഡ് ഈ മരുന്ന് ദിസ് അണ്ടർഗോ CYP മെറ്റബോളിസം ഇൻഡ്യൂസേഴ്സ് വഴി മരുന്നുകൾ ഇതിന്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഈ മരുന്നിന്റെ ഡോസ് 25 എന്നുള്ളത് നമ്മൾ 50 മില്ലിഗ്രാം ആയിട്ട് ഉയർത്തേണ്ടി വരും എന്നുകൂടി ഓർക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അരോമാറ്റേസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗ മരുന്നുകളെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.